ഞാൻ തൊൽഹത്ത്, റോയൽ കസ്റ്റമോട്ടേഴ്സ് കാവന്നൂർ. ഇന്ന് ഞാൻ നിങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് കാർബറേറ്ററിൻ്റെ ഓവർഫ്ലോ. ഇപ്പോൾ ഈ ഓവർഫ്ലോ കാർബറേറ്റർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അറിയാതെ ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട്. പെട്രോൾ പോയി നഷ്ടപ്പെടുക, വണ്ടിന് പെട്രോൾ കഴിയുക, വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥ വരിക. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യം നമുക്ക് എന്ത് ചെയ്യാന്നുള്ളതും, ഒരു കാർബറേറ്റർ ബേസിക് ആയിട്ട് എങ്ങനെ ക്ലീൻ ചെയ്യാന്നുള്ളതും, അത് ക്ലീൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഇതിലാണ് പിന്നെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇപ്പോൾ വീഡിയോ മുഴുവനായിട്ട് അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് ശരിക്കും ഒരു ധാരണ കിട്ടുന്നതാണ് കാർബറേറ്ററിനെ കുറിച്ചുള്ളത്. അതായത് ഒരു ബേസിക് ആയിട്ട് ധാരണ എങ്ങനെയാണ് കാർബറേറ്റർ ക്ലീൻ ചെയ്യേണ്ടത് എന്നുള്ളതും. ഇപ്പോൾ മൈന്യൂട്ടായിട്ട് ചില കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്, കാരണം വീഡിയോ ലെങ്ത് ആവും എന്നുള്ളത് കൊണ്ട് തന്നെ. നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഏതായാലും നിങ്ങൾക്ക് ഒരു പൂർണ്ണമായിട്ട് ധാരണ കാർബറേറ്ററിനെ കുറിച്ച് കിട്ടും, അതിൻ്റെ ഓവർഫ്ലോനെ കുറിച്ചും കിട്ടുന്നതാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഞാനൊരു കാർബറേറ്റർ എങ്ങനെയാണ് ഓവർഫ്ലോ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് കാണിക്കാനാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ ഒരുപാട് വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഈ ഓവർഫ്ലോ എങ്ങനെയാണ് നിർത്തുക എന്നുള്ളത്, എന്ത് കാരണം കൊണ്ടാണ് വരുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളൂ. പിന്നെ എപ്പോഴും കാർബറേറ്റർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് കാർബറേറ്റർ ക്ലീനർ തന്നെ ഉപയോഗിക്കുക കേട്ടോ. പെട്രോൾ ഉപയോഗിച്ച് കാർബറേറ്റർ ക്ലീൻ ചെയ്താൽ കാർബറേറ്റർ കറക്റ്റ് ക്ലീൻ ആവില്ല. ഇപ്പോൾ നിങ്ങൾ എവിടുന്ന് കാർബറേറ്റർ ക്ലീൻ ചെയ്യണം, കാർബറേറ്റർ ക്ലീൻ ഉപയോഗിച്ച് തന്നെയാണോ കാർബറേറ്റർ ക്ലീൻ ചെയ്യുന്നത് നോക്കുക. കാർബറേറ്റർ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് എല്ലാ കാര്യങ്ങളും പെട്രോളിൻ്റെ കറകൾ കംപ്ലീറ്റ് ഒഴിവാണെന്നുണ്ടെങ്കിൽ കാർബറേറ്റർ ക്ലീനർ തന്നെ ഉപയോഗിക്കണം. ഇതാണ് സ്ലൈഡർ വാക്വം സിസ്റ്റം വരുന്നത് കേട്ടോ. ഇതിപ്പോൾ സ്മൂത്ത് ആയിരിക്കണം. ഇത് ഹാർഡോ വല്ലതും ആണെങ്കിൽ ഇതിപ്പോൾ ഇത് നല്ല സ്മൂത്താണ്. ഇത് സ്മൂത്ത് ഉള്ളത് ഹാർഡായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഈ സാധനം മാറ്റി കൊടുക്കണം, വണ്ടിക്ക് പിക്കപ്പിനെ ബാധിക്കും. ഇത് നല്ല സ്മൂത്താണ്, കുഴപ്പമൊന്നുമില്ല, ക്ലീനാണ്. പിന്നെ നീഡിലിന് സ്ക്രാച്ചോ വല്ല കാര്യങ്ങളോ കുഴിയോ അത്ര ഉള്ളോ അത് നോക്കണം. ഇതാണ് ഇതിൻ്റെ ഫ്ലോട്ട് വരുന്നത്. ഇതാണ് ആ സമ്പിൽ പെട്രോൾ നിറയുമ്പം ഇത് പൊങ്ങിയിട്ടാണ് ഇതിൻ്റെ പിന്ന് ലോക്ക് ചെയ്തിട്ട് നമുക്ക് ഈ കാർബറേറ്ററിൻ്റെ ഓവർഫ്ലോ നിൽക്കുന്നത്. എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഇതൊന്ന് അയക്കുന്നു. ഇതാണ് ഇതിൻ്റെ പിന്ന് വരുന്നത്. അപ്പോൾ ഈ പിന്നിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എത്ര തന്നെ കാർബറേറ്റർ ക്ലീൻ ചെയ്തിട്ടും കാര്യമില്ല, അതിൻ്റെ ഓവർഫ്ലോ നിൽക്കില്ല. അപ്പം ഈ പിന്ന് കയ്യിലെടുക്കുക. ഈ പിന്ന് കയ്യിലെടുത്തതിന് ശേഷം ഈ പിന്നിന് വല്ല റൗണ്ട് മാർക്കോ, അതായത് എന്തെങ്കിലും പിന്നെ റൗണ്ടായിട്ട് കുറച്ച് നല്ല റൗണ്ടിൽ വരും, ഒരു കുഴിയായിട്ട് റൗണ്ടിൽ വരും. അങ്ങനെ റൗണ്ടിൽ വന്നിട്ടുള്ള ഈ പിന്നാണെങ്കിൽ ഈ പിന്ന് മാറ്റി കൊടുക്കുക. ഈ പിന്ന് മാറ്റി കൊടുക്കാതെ നമ്മൾ എത്ര തന്നെ കാർബറേറ്റർ ക്ലീൻ ചെയ്താലും കാർബറേറ്ററിൻ്റെ ഓവർഫ്ലോ മാറില്ല. അതുകൊണ്ട് ഇത് നിങ്ങൾ വർക്ക്ഷോപ്പ് പോകുമ്പോൾ അവരോട് ചോദിച്ചാൽ മതി, അവർ കാണിച്ചൊരു സംഗതി ഇതിൻ്റെ പിന്നിൽ മാർക്കുണ്ടോ എന്നുള്ളതൊക്കെ. അപ്പോൾ ഈ പിന്നാണ് ശരിക്ക് പെട്രോള് വരുന്നത് കൺട്രോൾ ചെയ്യുന്ന വാൽവ് ഇതാണ്. അപ്പോൾ എല്ലാ ഭാഗങ്ങളും കറക്റ്റ് സ്പ്രേ ഉപയോഗിച്ചിട്ട് കറക്റ്റ് ജെറ്റ് കാര്യങ്ങളും, പൈലറ്റ് ജെറ്റ് കാര്യങ്ങളൊക്കെ, ഇത് പൈലറ്റ് ജെറ്റാണ്. ജെറ്റ് കാര്യങ്ങളൊക്കെ ശരിക്കും ബ്ലോക്ക് ഉണ്ടോ എന്നുള്ളത് നോക്കി
ചീഫ് സ്പ്രേ അടിച്ചിട്ട് ഹോളൊക്കെ ഓപ്പൺ ആണോ നോക്കുക. അല്ലേ, തെറിക്കുന്നുണ്ടല്ലേ, അതേമാതിരി ഒന്നും ബ്ലോക്കില്ല. ഇത് അപ്പുറത്തോടെ ശരിക്കും വരുന്നുണ്ടോ നോക്കണം. അടിച്ചു കഴിഞ്ഞാൽ ഈ ഹോള് മുകളിലേക്ക് നോക്കിയിട്ട് ശരിക്കും മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഹോളായിട്ട് തന്നെ കാണും. പിന്നെ അതേമാതിരി ഇവിടെ മൈന്യൂട്ടായിട്ട് കുറച്ച് ഹോളുണ്ട്, ആ ഹോളും ക്ലിയർ ആയിരിക്കണം. പിന്നെ എല്ലാ ഹോളിലേക്കും കറക്റ്റായിട്ട് പെട്രോൾ അടിച്ച് ക്ലീൻ ചെയ്യുക. പെട്രോളല്ല, ക്ലീനർ കേട്ടോ. പെട്രോളൊന്നും ശരി കാർബറേറ്റർ ക്ലീൻ ചെയ്താൽ കറക്റ്റ് ക്ലീൻ ആവില്ല. ഒന്നും ശ്രദ്ധിക്കേണ്ടല്ലേ, ഇത് അടിക്കുന്ന സമയത്ത് ക്ലീൻ ആയി വരുന്നതാണ് അല്ലേ. ഇത് അടിക്കുന്നതോടെ പെട്രോളിന്റെ കറ കംപ്ലീറ്റ് പോയി. ഫ്രഷായി. അല്ലേ, പറ്റും. പറ്റായിക്കല്ല, എടുത്തിട്ടാലും മതി. ഈ ടൈപ്പ് അല്ലേ പറഞ്ഞ ആള്, അതന്നെ അതില്ല. ഇത് ശ്രദ്ധിക്കണം, ഇത് ലീക്ക് ഉണ്ടോന്ന്. ഈ പിന്നെ പെട്രോൾ ഓവർഫ്ലോ വരാനുള്ള മെയിൻ വേറൊരു കാരണം, എത്ര തന്നെ പിന്നെ നമ്മൾ ബ്ലോക്ക് നിർത്തി കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്രാക്ക് ഉണ്ടാവലുണ്ട്. അത് ഉണ്ടോന്നുള്ള അറിയാനാണ് ഞാനിപ്പോൾ നോക്കുന്നത് കേട്ടോ. ഇല്ല, ഇവിടെ ചെറിയ ക്രാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഓവർഫ്ലോ നിൽക്കൂല. എന്ത് തന്നെ ചെയ്താലും ഓവർഫ്ലോ നിൽക്കൂല. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും ഓവർഫ്ലോ ഉണ്ടാവും. സെറ്റ് ചെയ്ത് ഇത് ഡയഫ്രത്തിന് ചെറിയൊരു ഹോളുണ്ട്, നമുക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല. ഈ ഹോള് വന്നു കഴിഞ്ഞാൽ വണ്ടിക്ക് മിസ്സിങ് വരും. അപ്പം ഈ സാധനം മാറ്റൽ നിർബന്ധമായി. കണ്ടില്ലേ, കാണുന്നുണ്ടോന്ന് തോന്നുന്നതാ. ഇത് ശരിക്കും നോക്കിയാൽ ഇങ്ങനെ ഒരു ഫോൾഡ് മടക്കായിട്ട് കാണാൻ പറ്റും. ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഫിറ്റ് ചെയ്തു. അപ്പോൾ ഈ ഫ്ലോട്ട് കറക്റ്റ് സീറ്റിംഗ് ആണോ എന്നുള്ളത് നോക്കുക കേട്ടോ. അതായത് ഫ്ലോട്ടിലൂടെ എങ്ങനെയാണ് പെട്രോൾ വരുന്നതെന്നും അത് എങ്ങനെയാണ് നിൽക്കുന്നതെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതിപ്പോൾ ഈ ആ സമ്പിൽ പെട്രോൾ എന്ന് പറഞ്ഞാൽ ഇതങ്ങ് പൊങ്ങും, അപ്പോൾ പെട്രോൾ വരില്ല. ഇത് തുറന്നു കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് പെട്രോൾ പിന്നെ തുള്ളിയായിട്ട് ഡിപ്പ് വല്ലതെന്ന് പിന്നെ അങ്ങനെ ആവുകയാണെങ്കിൽ
എൻ്റെ ഫ്ലോട്ട് പിന്നിൻ്റെ കംപ്ലൈൻ്റ് ആണ്. പിന്നെ ഫ്ലോട്ട് പിന്ന് മാത്രം മാറ്റിയാൽ മതി. ചിലപ്പോൾ ഫ്ലോട്ട് പിന്നിൻ്റെ ഹോള് കറക്റ്റ് ക്ലീൻ ചെയ്യണം, എങ്കിലേ ഫ്ലോട്ട് പിന്ന് കറക്റ്റ് സീറ്റിംഗ് ആയി നിൽക്കുള്ളൂ കേട്ടോ. നോക്കുക, പെട്രോൾ വരുന്നില്ല, ഇതിങ്ങനെ പൊങ്ങുമ്പോൾ നിന്ന്. അപ്പോൾ ഇതിപ്പോൾ ഓക്കെ ആണ്, ഇത്ര ആയാലും ഓക്കെ ആണ്, ആവുമ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിസ്റ്റം. അപ്പോൾ ഒന്നുകിൽ ഈ ഫ്ലോട്ട് പിന്ന് ഏതെങ്കിലും ക്രാക്കോ പൊട്ടോ എന്തോ വീണ് കഴിഞ്ഞാലും ഓവർഫ്ലോ വരും. മെയിനായിട്ട് ആ പിന്നിനാണ് വരിക. ആ പിന്ന് കറക്റ്റ് ആ ഷേപ്പിലാണ് നിൽക്കുന്നത് നോക്കിയതിന് ശേഷം ആ പിന്നിന്റെ ഹോളും കറക്റ്റ് ക്ലീൻ ചെയ്തതിന് ശേഷം ഇട്ട് കഴിഞ്ഞാൽ ഈ ഓവർഫ്ലോ നിൽക്കുന്നതാണ്. ഇതൊന്നുകൂടി കാണിച്ചു തരാം കേട്ടോ. അല്ലേ, ഇത് പൊങ്ങുമ്പോൾ നിന്ന്. ഇതാണ് ഇതിന്റെ വർക്കിംഗ്. അപ്പം ഞാൻ പറഞ്ഞ ഫ്ലോട്ടിന്റെ പിന്ന് കാണിച്ചു നിങ്ങൾക്ക്. ഇതിൽ ഓവർഫ്ലോ വരാനുള്ള മെയിൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഒന്നും ആ പിന്ന് കംപ്ലൈന്റ് ആവാൻ പറഞ്ഞല്ലോ. പിന്നെ കൂടുതലായിട്ടും വരാനുള്ള സാധ്യത ഡസ്റ്റ്, പിന്നെ തുരുമ്പ്, കാർബറേറ്ററിലല്ല ടാങ്കിലുള്ള തുരുമ്പ് ഇതിലൂടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ ഫ്ലോട്ടിന്റെ പിന്ന് ഞാൻ കാണിച്ചെന്ന പിന്നുണ്ടല്ലോ, ആ പിന്നിന്റെ ആ ഭാഗത്തേക്ക് അടിഞ്ഞു നിൽക്കും. ആ പിന്നിന് നമ്മൾ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ അടിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു പിന്ന് റബ്ബറിന്റെ ഒരു പിന്നാണ്, ആ വാൽവാണ് വരുന്നത്. ആ വാൽവ് ശരിക്കും ക്ലോസ് ആവില്ല. ആ ക്ലോസ് ആകുന്ന സമയത്ത് പെട്രോൾ ഇതിലേക്ക് വന്നുകൊണ്ടേയിരിക്കും, ഓവർഫ്ലോ ആയിട്ട് പോകും. അതാണ് ഒന്ന് സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ വണ്ടി എവിടെ നിർത്തിയിട്ട് പെട്രോൾ വല്ലാതെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ ഇതിന്റെ സമ്പിന് എന്തെങ്കിലും പിന്നെ എന്താണ് അവിടെ കിട്ടുന്ന ചെറിയ കല്ലോ എന്തോ എടുത്തിട്ട് ശരിക്കും തട്ടി കൊടുക്കുക കേട്ടോ. അപ്പൊ ഈ സമ്പിന്, പെട്രോളിന്റെ സമ്പ് എന്ന് പറഞ്ഞാല് ഇതാണ് ഈ സമ്പ്. അപ്പൊ ഈ സമ്പിന് ശരിക്കുള്ള പവറായിട്ട് ശരിക്കും നല്ലൊന്ന് ഷെയ്ക്കിങ് കൊടുത്തു കഴിഞ്ഞാൽ ആ പിന്ന് ശരിക്കും ഇളകിയിട്ട് പിന്നെ ആ ഒരു വാൽവ് ശരിക്കും ഇളകിയിട്ട് ശരിക്കും ക്ലോസ് ആവും. അല്ലെങ്കിൽ ആ ഡസ്റ്റ് പാർട്ടിക്കിൾസ് വല്ല അവിടെ ഉണ്ടെങ്കിൽ ശരിക്കും ഡസ്റ്റ് പാർട്ടിക്കിൾസ് പുറത്തേക്ക് വന്നിട്ട് ശരിക്കും ക്ലോസ് ആവും. അപ്പം ആ കാർബറേറ്ററിന് ഓവർഫ്ലോ നിൽക്കും. അപ്പോൾ വല്ലപ്പോഴും എവിടെയെങ്കിലും നമ്മൾ ബുദ്ധിമുട്ടായി ഓവർഫ്ലോ വല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട പണി അതാണ്. ശരിക്കും ഒരു കല്ലെടുത്തിട്ട് ശരിക്കും ഇവിടെ ഇങ്ങനെ നല്ല കുറച്ച് ഒരു പവറിൽ ഇങ്ങനെ തട്ടി കൊടുക്കുക. അത് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഓവർഫ്ലോ നിൽക്കും. പിന്നെ ഓവർഫ്ലോ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത പിന്നെ ഞങ്ങളെ എത്തേണ്ടടുത്ത് എത്തിയതിനു ശേഷം, സേഫ് എത്തിയതിനു ശേഷം ഒന്ന് കാർബറേറ്ററിൽ അയച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്യുക. പക്ഷെ കാർബറേറ്റർ അയച്ച് ക്ലീൻ ചെയ്യും പ്രത്യേകം ശ്രദ്ധിക്കണം. അത് പിന്നെ ഈ കാർബറേറ്റർ അയച്ചിട്ട് വല്ലാതെ പൊടിയോ കാര്യങ്ങളോ വല്ല തുരുമ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഫിൽട്ടർ, ഫ്യൂൽ കോക്കിന്റെ ഫിൽട്ടർ അയച്ചിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ. ഈ ഫിൽട്ടർ ഒരു 10ന്റെ സ്പാൻഡറാണ് വരുന്നത്, 10 mm സ്പാൻഡറാണ് വരുന്നത്. ആ ഫിൽട്ടർ അയച്ചിട്ട് ക്ലീൻ ചെയ്യുക. ഫിൽട്ടറിൽ വല്ലാതെ തുരുമ്പും വല്ലാതെ കാര്യങ്ങളും പൊടികളും കാണേണ്ട ടാങ്ക് ക്ലീൻ ചെയ്യുക നിർബന്ധമായിട്ട്. ശരിക്കും ഇത് 6 മാസം കൂടുമ്പോൾ ശരിക്കും ടാങ്ക് നമ്മൾ ക്ലീൻ ചെയ്യണം എന്നാണ് ശരിക്കും എല്ലാവരും. പിന്നെ അതിന്റെ ഒരു കണക്ക് ആരും അത് ചെയ്യാറില്ല. എല്ലാവരും പെട്രോൾ വല്ലതും മിസ്സിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം വന്നാൽ മാത്രമേ ഇത് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ബുദ്ധിമുട്ടാവുന്നത്. ടാങ്കിൽ വല്ലാതെ വെള്ളവും ഒക്കെ നിന്നായിട്ട് തുരുമ്പായിട്ടാണ് സംഭവിക്കുന്നത്. ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും നമ്മൾ ഒരിക്കലും ടാങ്കൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്താൽ ടാങ്ക് തുരുമ്പ് പിടിക്കുന്നതിന് ഒരുപാട് ഒരു മാറ്റം വരും. അപ്പൊ ഇതാണ് ഈ കാർബറേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഓവർഫ്ലോയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്ന സംഗതികൾ. അപ്പൊ നിങ്ങൾ എവിടെ കുടുങ്ങി കഴിഞ്ഞാലും പെട്ടെന്ന് ഓവർഫ്ലോ വരുന്നുണ്ട്, പെട്രോൾ ഒഴുകി പോകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് പിന്നെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പെട്രോൾ പോകുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ആദ്യം പിന്നെ ഇതിന്റെ സമ്പിന് കംപ്ലൈന്റ് ഉണ്ടാവും കേട്ടോ. ഈ സമ്പിന് മുകളിൽ ഓവർഫ്ലോ നീഡിലുണ്ട്, ഓവർഫ്ലോന്റെ ഹോൾ പൈപ്പ് ഉണ്ട്. ആ പൈപ്പ് എവിടെയും ക്രാക്ക് ആയാൽ മാത്രമേ സ്റ്റാർട്ടിങ്ങിൽ പെട്രോൾ വന്നുകൊണ്ടേ ഇരിക്കും. പിന്നെ ഓവറായിട്ട് പിന്നെ നിൽക്കൂല. ആ സമയത്ത് പിന്നെ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അതല്ല, പിന്നെ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നല്ല ഒരു കല്ലെടുത്തിട്ട് ശരിക്കും തട്ടി കൊടുക്കുക. കുറച്ച് തട്ടി കൊടുക്കുക, നല്ല പവറിൽ തട്ടി കൊടുക്കുമ്പോൾ ഇളകുമ്പോൾ ഓവർഫ്ലോ അങ്ങ് നിൽക്കും. പിന്നെ പോയിട്ട് കാർബറേറ്റർ ക്ലീൻ ചെയ്യുക. കാർബറേറ്റർ ക്ലീൻ ചെയ്യുമ്പോൾ കാർബറേറ്റർ വല്ലാതെ പൊടിയാണ്, ഞാൻ പറഞ്ഞ മാതിരി കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇത് അയച്ചു നോക്കുക. ഇത് വല്ലാതെ ബ്ലോക്ക് ഉണ്ടെങ്കിലും വല്ലാതെ പൊടിയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതും വല്ലാതെ ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ ടാങ്ക് വെച്ച് ക്ലീൻ ചെയ്യുക. ശരിക്കും കാർബറേറ്റർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ടാങ്കും ഈ കോക്കും ഇത് ഒന്നിച്ച് ക്ലീൻ ചെയ്യണം എപ്പോഴും നല്ലത്. എന്നാൽ ഒരു ഭാഗം ക്ലിയർ ആയിട്ട് കുറെ കാലങ്ങളോളം നമുക്കൊരു പ്രശ്നങ്ങളില്ലാതെ ഓടാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.